വൃത്തിയുള്ള പൊതു ശൗചാലയങ്ങളില്ലാത്തതിൻ്റെ കഷ്ടപ്പാട് പുരുഷന്മാരെക്കാൾ അധികം അനുഭവിക്കുന്നവരാണ് സ്ത്രീകൾ. അതിനൊരു പരിഹാരമായിട്ടാണ് കോട്ടയം നഗരത്തിൽ വനിതകൾക്കൊരു കൂട്ടുകാരി എന്ന ശൗചാലയ പദ്ധതി അവതരിപ്പിച്ചത്. പക്ഷേ ഇവയ്ക്ക് പൂട്ടുവീണിട്ട് മാസങ്ങളായി. വെള്ളമില്ലാത്തതിനാൽ അടച്ചുപൂട്ടിയ ശൗചാലയങ്ങൾ തുറക്കാൻ നടപടിയൊന്നുമില്ല. നാഗമ്പടത്തെ വനിതാ വിശ്രമ കേന്ദ്രത്തിൻ്റെ അവസ്ഥ അതിലേറെ കഷ്ടമാണ്. മധ്യകേരളത്തിലെ പ്രധാന നഗരം, കോട്ടയത്തിൻ്റെ ഹൃദയം, അതാണ് തിരുനക്കര. ഇവിടെ ദിനംപ്രതി വന്നു പോകുന്നത് ആയിരക്കണക്കിന് സ്ത്രീകളാണ്. ഇത് കണക്കിലെടുത്താണ് കോട്ടയം നഗരസഭ സ്ത്രീ സൗഹൃദ ശൗചാലയങ്ങൾ 2 നിർമ്മിച്ചത്. തിരുനക്കര മൈതാനത്തിനും പഴയ പോലീസ് സ്റ്റേഷൻ മൈതാനത്തുമായിരുന്നു ഇവ നിർമ്മിച്ചത്. ഉദ്ഘാടനം കഴിഞ്ഞ് കുറച്ചുനാൾ കുഴപ്പമില്ലാതെ പ്രവർത്തിച്ചു. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ഇവ രണ്ടും അടച്ചുപൂട്ടി. ഇതോടെ നഗരത്തിലെത്തുന്ന സ്ത്രീകളും കുട്ടികളും വലിയ ബുദ്ധിമുട്ടിലായി. ശരിക്കും ആശ്രയം തന്നെയായിരുന്നു. അത് കുറച്ച് നാളല്ലേ അത് വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളെപ്പോലുള്ളവർ ഇപ്പോൾ ടൗണിൽ വരുവാണ്. ഇന്ന് തന്നെ ഞാൻ എൻ്റെ കൊച്ചിനെയായിട്ട് ഇവിടെ ഒരു പരിപാടിക്ക് വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മൾ വെളിയിലിറങ്ങിയാൽ നമ്മൾ ഹോട്ടലിൽ നല്ല ഹോട്ടലിൽ കാശ് കൊടുത്ത് കയറി നമ്മൾ ബാത്റൂമിൽ പോകേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അല്ലാതെ നമുക്ക് ഇങ്ങനെ ഈ ഗവൺമെന്റിന്റെ ഉണ്ട് പൊതു ശൗചാലയം ഉണ്ടെന്ന് പറയുന്നുണ്ട്, അതിന്റെ അടുക്കളോട്ട് അടുക്കാൻ മേല, അത് വേറൊരു കാര്യം. നാഗമ്പടത്തും സമാനമായ രീതിയിൽ ശൗചാലയമുണ്ട്. ഇത് സ്വകാര്യ വ്യക്തിയാണ് നടത്തുന്നത്. ആവശ്യമായ വെള്ളം ലഭിക്കാനുള്ള ബുദ്ധിമുട്ടാണ് പദ്ധതിക്ക് തിരിച്ചടിയായതെന്നാണ് പുതിയ നഗരസഭാ ചെയർമാൻ അടക്കമുള്ളവർ പറയുന്നത്. എത്രയും വേഗം ഈ പ്രശ്നം പരിഹരിച്ച് ശൗചാലയങ്ങൾ തുറന്നു നൽകുമെന്നും ചെയർമാൻ സന്തോഷ് കുമാർ അറിയിച്ചു. അതേസമയം നാഗമ്പടത്തെ വനിതകളുടെ വിശ്രമ കേന്ദ്രവും അടഞ്ഞു തന്നെ കിടക്കുകയാണ്. ഇത് തുറക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നതിലോ തറക്കല്ലിടുന്നതിലോ ഉദ്ഘാടനം ചെയ്യുന്നതിലോ ഒന്നുമല്ല കാര്യം. അത് ജനങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ എങ്ങനെ നടപ്പാക്കുന്നു എന്നത് തന്നെയാണ് ചർച്ചയാകേണ്ടത്. കോട്ടയത്ത് നിന്ന് ഷിബു കണിയാങ്കുളത്തിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.